നമസ്കാരം. ഒരു കുട കാരണം വീണ്ടും വൈറലായി സുരേഷ് ഗോപി. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നു. കുടയെടുക്കാൻ ഗഡ്മാൻ ഒരു നിമിഷം വൈകിപ്പോയി. അതോടെ കട്ടക്കലിപ്പിൽ സിനിമാ താരം കേന്ദ്ര പെട്രോളിയം സഹൻ. വെയിലത്ത് പെട്രോൾ ആവിയാകുമെങ്കിൽ വകുപ്പ് മന്ത്രി ഉരുകിപ്പോകുമെന്നത് സ്വാഭാവികം. എന്നാൽ ആ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ട പ്രേക്ഷകർ കഴുതകളല്ല. അവർ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കിനി എന്താണ് വീഡിയോയിലുള്ളതെന്ന് വിശദീകരിച്ച് അറിയാം. വീഡിയോയിൽ സുരേഷ് ഗോപി ഒരു വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഗൺമാൻ പെട്ടെന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നതും നല്ല മഴ പെയ്യുന്നതായും കാണാം. എന്നാൽ മഴ പെയ്യുമ്പോൾ ഗൺമാൻ കുടയെടുത്തിട്ടില്ല. കുടയെടുക്കാതെ ഗൺമാൻ ഇറങ്ങിയതിന്റെ ദേഷ്യം മുഴുവൻ സുരേഷ് ഗോപി അയാളെ നോക്കി തീർക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ദേഷ്യഭാവത്തോടെ സുരേഷ് ഗോപി അയാളെ നോക്കിയ ശേഷം താരം തന്നെ കുടയെടുത്ത് പിടിക്കുന്നു. പിന്നീട് കുടയിൽ പിടിക്കാൻ ഗൺമാൻ ചെല്ലുമ്പോൾ ധിക്കാരപൂർവ്വം അയാളെ അകറ്റുന്നു. സങ്കടത്തോടെ വലിയ തെറ്റുപറ്റിപ്പോയി എന്ന തരത്തിൽ ഗൺമാൻ തറയിൽ നോക്കുന്നു. ഇതാണ് വീഡിയോയിലുള്ളത്. സംഭവം ശരിക്കും കോമഡി ആയിട്ടുണ്ട്. എന്നാൽ നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വിമർശന കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. അതിലെ ഏതാനും കുറച്ച് കമന്റ്സ് ഇങ്ങനെ: മഴ പോലും മറന്ന് പെട്ടെന്നിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തതിനാണോ ആ പാവത്തിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? സുരേഷ് ഗോപിയുടെ തമ്പുരാൻ മനോഭാവം ഇനി ഏത് കാലത്താണ് മാറുന്നത്? അത് മാറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇത് ദോഷമായി മാറും എന്നാണ് ഒരാളുടെ കമന്റ്. ഇയാളുടെ ഭാവം കാണുമ്പോൾ തോന്നും ഇന്ത്യ മുഴുവൻ ഇവനാ ഭരിക്കുന്നത് എന്ന്. പാവം തൃശ്ശൂർക്കാരുടെ അവസ്ഥ. സിനിമയിലും ജീവിതത്തിലും ഒരേ ബോർ അഭിനയം കാഴ്ചവെക്കുന്ന ജീവി. ഇവനാര്, രാജാവോ? ഇയാളോട് ഇത് സിനിമയല്ല എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇനിയൊരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും വിജയിക്കില്ല. തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധം. പൊട്ടന് ലോട്ടറി അടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുവാണ്. അതാ ഇങ്ങനെ. കുട ഗഡ്മാൻ പിടിച്ചാൽ പറയും മാടമ്പിക്ക് കുട പിടിക്കാൻ അടിമയായി ആളെ കൊണ്ടുവന്നെന്ന്. സ്വയം പിടിച്ചാൽ ഉന്നത കുലത്തിലാക്കും. ഇവ കൂടാതെ താരത്തെ വെറും അഹങ്കാരിയെന്നും ഉന്നത കുട ജാതനെന്നും പരിഹസിക്കുന്ന വേറെ കുറെ കമന്റ്സുമുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ ഒരിടം നേടിയ ആക്ഷൻ ഹീറോയാണ് താരം. എന്നാൽ തൃശ്ശൂരിൽ നിന്നും MP ആയി മത്സരിച്ച് കേന്ദ്രമന്ത്രിയായ ശേഷം വലിയൊരു ആരാധക നിരയെ തന്നെ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ചില പെരുമാറ്റങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ ഏൽക്കേണ്ടതായും വന്നിട്ടുണ്ട് താരത്തിന്. അവയിൽ പല വിമർശനങ്ങൾക്കും നല്ല മറുപടി നൽകാനും താരം മടിക്കാറില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.